السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا أيها الكافرون لا أعبد ما تعبدون ولا أنتم عابدون ما أعبد ولا أنا عابد ما عبدتم ولا أنتم عابدون ما أعبد لكم دينكم ولي دين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. പ്രിയപ്പെട്ട ഖുർആൻ തജ്വീദ് ആക്റ്റീവ് ഗ്രൂപ്പിലുള്ള സുഹൃത്തുക്കളെ, വിശുദ്ധ ഖുർആൻ തജ്വീദ് പഠിതാക്കളെ, സൂറത്തുൽ കാഫിറൂൻ വളരെയേറെ പ്രാധാന്യമുള്ളതും ശ്രേഷ്ഠമേറിയതുമായ ഒരു സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. 6 ആയത്തുകളാണ് ഈ സൂറത്തിലുള്ളത്. സാധാരണ നാം മഗ്‌രിബ് നിസ്കാരങ്ങളിലും മറ്റുമൊക്കെ, അതുപോലെ തന്നെ സുബഹിയുടെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരത്തിൽ, മഗ്‌രിബിലെ ഫർളിന് ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിലൊക്കെ ആദ്യത്തെ റക്അത്തിൽ ഓതൽ പ്രത്യേകം നല്ലതാണ്, സുന്നത്താണ് എന്നൊക്കെ പറയപ്പെട്ട സൂറത്താണ്. നാം സാധാരണ ഓതുന്ന സൂറത്തുകളാണ് എന്നർത്ഥം. വെള്ളിയാഴ്ച രാത്രി അഥവാ വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി മഗ്‌രിബ് നിസ്കാരത്തിന് ആദ്യത്തെ റക്അത്തിൽ ഓതേണ്ട സൂറത്താണ് സൂറത്തുൽ കാഫിറൂൻ. ആ സൂറത്ത് നാം ഒന്ന് ശരിക്ക് പഠിക്കുക. ഖുൽ ഖുൽ ഖാഫ്, നാവിൻ്റെ മുരട്ടിൽ നിന്ന് മേലെ അണ്ണാക്ക്, അതായത് നമ്മുടെ ചെറുനാവ്, വായ പൊളിച്ചാൽ ആ തൂങ്ങി നിൽക്കുന്ന ചെറുനാവിൻ്റെ അടുത്ത് നിന്നാണ് ഖാഫ് വരേണ്ടത്. ഖാ ഖീ ഖൂ ഖൂ. ഖുൽ ഖുൽ എന്ന് പറയുമ്പോൾ ആ ഖാഫിന് ദമ്മ് വേണം. ദമ്മുണ്ടാവണമെങ്കിൽ 2 ചുണ്ട് കൂർപ്പിച്ച് പിടിക്കണം, അത് മറക്കരുത്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അവിടെ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുല്യ എന്ന് പറഞ്ഞിട്ട് ല്യ, തുല്യം എന്നൊക്കെ പറയുന്ന മലയാളത്തിലുള്ള തുല്യത എന്നൊക്കെ പറഞ്ഞു കൊടുത്തൊരു യാ ഉണ്ട്, അതുപോലെയല്ല ഇത്. ഖുൽ യാ ഖുൽ യാ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അതുപോലെ യാ അയ്യുഹ എന്നോടത്ത് യാ എന്നതിൻ്റെ നീട്ടാനുള്ള അലിഫിൻ്റെ ശേഷം അയ്യുഹ എന്നോടത്ത് ഹംസ ആണ്. ഇപ്പോൾ മദ്ദക്ഷരമായ അലിഫിന് ശേഷം ഹംസ് വന്നതാണ്. അവിടെ 3 ഹർഫിൻ്റെ ഖദർ നീട്ടണം. ആ മദ്ദിന് മുൻഫസിലായ മദ് എന്നാണ് പേര്. നമ്മുടെ ഇമാം മുത്തസിലായ മദ്ദിൽ നീട്ടുന്നത് പോലെ തന്നെ നീട്ടിക്കൊണ്ടാണ് ഓതിയിട്ടുള്ളത് എന്നതും പ്രത്യേകം ഓർക്കേണ്ടതാണ്. ഖ
കാഫിറൂൻ എന്നിടത്ത് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. കാഫിൻ്റെ ഹംസ് എന്ന സിഫത്ത് അഥവാ ഉച്ചാരണ സമയത്ത് കാറ്റ് നടക്കുക എന്ന സിഫത്ത് ഒഴിവാക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് ഓതണം. പിന്നെ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, അവിടെയും തന്നെ ലാ എന്നതിന് നീട്ടാനുള്ള മദ്ദക്ഷരം അലിഫ്. അലിഫിന് ശേഷം അഅ്ബുദു എന്നിടത്ത് ഹംസാണ്. അപ്പോൾ മദ് മുൻഫസിലായി തീരും. അവിടെയും നേരത്തെ പറഞ്ഞ പോലെ 3 ഹർഫിൻ്റെ കഥ നീട്ടിയാണ് നമ്മുടെ ഇമാം ഓതിയിട്ടുള്ളത്. അഅ്ബുദു അതങ്ങനെ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കണം. മാ തഅ്ബുദൂൻ, അവിടെയും തന്നെ തഅ്ബുദൂൻ. ആ താഇൻ്റെ ഹംസ് എന്ന സിഫത്തും കളയ. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. അൻതും ആ സുക്കൂനായ നൂനിന് ശേഷം താ ആണ്, ഇഖ്ഫാഇൻ്റെ അക്ഷരമാണ്. അൻതും മണിച്ചുകൊണ്ടാണ് അവിടെ ഓതേണ്ടത്. അൻതും എന്നോട്ട് താ തന്നെ പറയാൻ വേണ്ടി ശ്രമിക്കുക. ചിലരൊക്കെ ഓതുമ്പോൾ അന്തും എന്ന് അന്തു ആയി പോകലുണ്ട്. അതാവരുത്, പ്രത്യേകം ശ്രദ്ധിക്കണം. അൻതും ഇഖ്ഫാ ചെയ്യുമ്പോഴും താ ആയി തന്നെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കണം. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. മാ അഅ്ബുദ് എന്നൊട്ട മദ്ദും ഇതുപോലെ മുൻഫസിലായ മദ്ദാണ്. ആബിദൂന ആബിദൂന ഐൻ നേരെ ഹൽക്കിൻ്റെ മധ്യത്തിൽ നിന്ന് കാറ്റില്ലാതെ ഉച്ചരിക്കപ്പെടേണ്ട അക്ഷരമാണല്ലോ. അതുപോലെ വലാ അന ആബിദും മാ അബദ്തും. വലാ അന ആബിദും മാ അബദ്തും. വലാ അന എന്നിടത്തും എന്തുണ്ട്? മദ് മുൻഫസിലുണ്ട്. ലാ എന്നിടത്ത് അത് നീട്ടാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. മാ അബദ്തും 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 ആ താ തന്നെ താ ആയി തന്നെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രമിക്കാം. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. അവിടെയും ഒരു മുൻഫസിലായ മദ്ദുണ്ട്. വലാ അൻതും എന്നിടത്തും മാ അഅ്ബുദ് എന്നിടത്തും മുൻഫസിലായ മദ്ദുകളുണ്ട്. അതും നീട്ടാൻ വേണ്ടി ശ്രമിക്കും. ലക്കും ദീനുക്കും വലിയ ദീൻ. ലക്കും ദീനു ലമ്മാണ്. പിന്നെ ചുണ്ട് കൂർപ്പിച്ച് പിടിച്ചുകൊണ്ടേ ലമ്മുണ്ടാകുള്ളൂ, അത് മറക്കരുത്. ലക്കും ദീനുക്കും വലിയ ദീൻ. ഇത് ശ്രദ്ധിച്ചുകൊണ്ട്